ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാൻ സൈക്കിളിൽ കേരളം ചുറ്റുന്ന റിട്ടയർഡ് SI ഷാജഹാന് ഒറ്റപ്പാലത്ത് പോലീസും നാട്ടുകാരും സ്വീകരണം നൽകി. കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് 2025 കിലോമീറ്റർ താണ്ടി കൊല്ലത്ത് തന്നെ അവസാനിക്കുന്നതാണ് ഷാജഹാന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്ര. 31 വർഷത്തെ സേവനത്തിനു ശേഷം മെയ് 31-ന് കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച SI ഷാജഹാൻ സൈക്കിൾ യാത്ര ചെയ്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയാണ്. കൊല്ലത്ത് നിന്നും ആരംഭിച്ച യാത്ര ഒരു മാസം കൊണ്ട് 14 ജില്ലകളിലും എത്തി. 2025 കിലോമീറ്റർ താണ്ടി കൊല്ലത്ത് തന്നെ സമാപിക്കും. 20 ദിവസം കൊണ്ട് 1400 കിലോമീറ്റർ ഷാജഹാൻ പിന്നിട്ടു. ഒറ്റപ്പാലത്തെത്തിയ ഷാജഹാന് വൻ സ്വീകരണമാണ് പോലീസും നാട്ടുകാരും നൽകിയത്. ഒറ്റപ്പാലം SHOയുടെ നിർദ്ദേശപ്രകാരം സിവിൽ പോലീസ് ഓഫീസറായ ബിനു രാമചന്ദ്രനാണ് സ്വീകരണമൊരുക്കിയത്. ഒറ്റപ്പാലത്തെ സ്കൂളുകളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും നടത്തി. തൻ്റെ യാത്ര സമൂഹം ഏറ്റെടുത്തതായി ഷാജഹാൻ പറഞ്ഞു. ഇത് മരണം വരെ നമ്മൾ ഇതിന് തുടർന്നുകൊണ്ടേയിരിക്കും. നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഓരോ മാതാപിതാക്കളും വീടുകളിൽ പേടിച്ച് കഴിയുന്നൊരു കാലഘട്ടമാണ് അല്ലേ. കാരണം പ്രതീക്ഷിക്കുന്നതാണല്ലേ നമ്മുടെ മക്കളെക്കുറിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഓരോ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം മറ്റുള്ള മാതാപിതാക്കൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കളങ്ങനെ ഏത് സമയത്തായിരിക്കും ഈ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്, ഈ ലഹരി മാഫിയയുടെ പിടികളിൽ ചെന്ന് അവർ വീഴുമോ എന്നുള്ള പേടി. കാരണം ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല വീടുകളിൽ കഴിയും. കാരണം ഒരു സുപ്രഭാതത്തിൽ വന്ന് 5 വരെ ഒറ്റയടിക്ക് കൊല്ലുകയാണ് ഒരു മകൻ. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ബോധവൽക്കരണത്തിനായും മുമ്പ് ഷാജഹാൻ 2000 കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. ജൂലൈ 2-ന് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കാനാണ് ശ്രമമെന്നും ഷാജഹാൻ പറഞ്ഞു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.